ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത് മലപ്പുറത്തെ മഞ്ചേരിയിലാണ്. അപ്പോൾ നമ്മൾ മഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് വന്നേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ പറവൂക്കാവിലുള്ള പേൻ പാർക്കിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു വണ്ടി നിറയെ കുറേ സെലിബ്രിറ്റീസ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിനായിട്ട് പോകാൻ പോകുന്നത്. അപ്പൊ അത് ആരൊക്കെയാണ് ആ പ്രോഗ്രാമിനുള്ളതെന്നുള്ളത് നമുക്ക് വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. ചെറിയൊരു ഉറക്കപ്പിച്ചിലാട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനുള്ളത്, നമുക്ക് എവിടെയാണ് പ്രോഗ്രാം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. അതായത് കൊച്ചിൻ കലാഭവൻ എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലൂടെ പ്രസിദ്ധി ആർജിച്ച ഒത്തിരി താരങ്ങളാണ് നമ്മുടെ ഇന്ന് ഷോയിൽ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഡാൻസേഴ്സ് ഉണ്ട്, മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്, ഞങ്ങളെപ്പോലുള്ള സിംഗേഴ്സ് ഉണ്ട്. ഞാനും കൊച്ചിൻ കലാഭവനിലെ ഒരു പ്രൊഡക്റ്റ് തന്നെയാട്ടോ. അതായത് എന്താ പറയുക, ഇപ്പം ഏകദേശം ഒരു 10-15-16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ കൊച്ചിൻ കലാഭവനിൽ പാടാൻ തുടങ്ങുന്നത്. അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എൻ്റെ കലാരംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടി കൊച്ചിൻ കലാഭവൻ തന്നെയാണ്. കൊച്ചിൻ കലാഭവനിലെ ഹിന്ദി സിംഗറായിട്ടാണ് ഞാൻ ഈ ഗാനമേള ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പം ഏകദേശം ഒരു 15-16 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കലാഭവനിൽ 3 വർഷം ഞാൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ ഒക്കെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് മണിമേളം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിട്ട് മണിച്ചേട്ടൻ്റെ ടീം കേരളത്തിലും വിദേശത്തൊക്കെ ആയിട്ട് ഒത്തിരി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ ടീം ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ്. നമ്മുടെ സിനിമ സീരിയൽ ആക്ടറായ ജിൻഡോ ചേട്ടനാണ്. അപ്പോൾ മണിച്ചേട്ടനുള്ള സമയത്ത് നമുക്ക് ആ ടീമിൽ പെർഫോമനായിട്ട് പറ്റിയിട്ടില്ല. സത്യത്തിൽ മണിച്ചേട്ടനുള്ള സമയത്ത് നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ടു നടക്കുന്ന സമയമായിരുന്നു. നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ആ ടീമിൽ 2-3 വർഷമായിട്ട് നമ്മൾ ജിൻഡോച്ചേന്റെ ടീമിൽ ഇപ്പൊ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, മണിച്ചേന്റെ കൂടെ ഇതുവരെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അന്ന് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷമുണ്ട്. ഇന്ന് അത് മാത്രമല്ല, ഒത്തിരി സെലിബ്രിറ്റീസ് ഇന്ന് വരുന്നുണ്ട്. ആരൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി കയറിയിട്ട് ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടുത്തി കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കൊച്ചിൻ കലാഭവനിലാണ് ഞാൻ പെർഫോം ചെയ്ത് തുടങ്ങിയത്. അന്നത്തെ ഒരു പോസ്റ്റർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ എൻ്റെ കോലൊന്ന് കാണണേ. അന്നത്തെ കോലും ഇപ്പോഴത്തെ കോലും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. കണ്ട, ഒരു മുട്ടത്തലയായിട്ടൊരു പയ്യനോടെ നിൽക്കണ്ട. അയ്യോ, ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ സത്യം പറഞ്ഞ അയ്യോ ഒരു ചമ്മലാണ്. പക്ഷെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ കൊച്ചിൻ കലാഭവന്റെ പോസ്റ്ററിലൊക്കെ നമ്മുടെ ഫോട്ടോ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ രൂപം എൻ്റെ ഇപ്പോഴത്തെ രൂപം അപ്പോഴത്തെ രൂപം എൻ്റെ ഇപ്പോഴത്തെ രൂപം കൂടി കാണുമ്പോൾ സത്യത്തിൽ ഒരു കോമഡിയാണ് ശരിക്കും. 9 മണിക്ക് വരേണ്ട വണ്ടി ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് വന്നത്. അതുവരെ ഞാൻ നല്ല കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ജിൻഡോ ചേട്ടൻ. ഇത് നമ്മുടെ കീബോർഡിസ്റ്റ് ആയ ലതീപേട്ടൻ. ഇത് ഞങ്ങളുടെ സ്വന്തം അൻസലിക്ക, ഞങ്ങളുടെ പാവങ്ങളുടെ കുഞ്ചാക്ക ബോബൻ. ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മുടെ സ്വന്തം ബിനിച്ചേട്ടൻ ഉണ്ട് കേട്ടോ. അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ മഞ്ചേരിയിലെ പ്രോഗ്രാം സ്പോട്ടിൽ എത്തിയിട്ടോ. ഇന്ന് നമ്മൾ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത് ഇവിടെ വലിയൊരു ഫ്ലാറ്റിന്റെ ഇനോഗ്രേഷൻ ആണ്. IMAയുടെ കീഴിലുള്ള ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. ഗൈസ്, നമ്മളവിടെ എത്തി. അയ്യോ വന്നടാ തോൽവി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ അമ്പരചുംബിയായ ഫ്ലാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം റിതം കമ്പോസർ ആർട്ടിസ്റ്റ് മനോജ് ചേട്ടൻ. റെസ്റ്റ് ചെയ്യാനും ഫ്രഷ് ആവാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. പിന്നെ കീ വാങ്ങിക്കാനുള്ള തല്ലുപിടുത്തായിരുന്നു. അൻസലിക്ക് എത്രയും വേഗം കീ കിട്ടിയിട്ട് റൂമിൽ കയറിയാൽ മതി എന്നായി. അത് എന്തിനാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞങ്ങൾ അജിത്ത് കോഴി എന്ന് വിളിക്കുന്ന അജിത്ത് കോഴിക്കോട്. മാലിട്ട അതാണ് കറക്റ്റ് കോഴി, അത് നമുക്കറിയാലോ. അയ്യോ, ഇത് കംപ്ലൈന്റ് ആടാ, ഇത് കംപ്ലൈന്റ് ആണ്. 2 സൈഡ് ഓപ്പൺ ആണ്. തൂറാനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ റൂമിലൊക്കെ പോയി റെസ്റ്റ് ചെയ്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലാറ്റിന്റെ ഫുള്ള് ലുക്കേ മാറിപ്പോയിട്ടോ. ഒന്ന് നോക്കിയേ,
ഒരു രക്ഷയിലായിരുന്നു കേട്ടോ രാത്രി കാണാനായിട്ട്. വന്നിറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഗംഭീര വെടിക്കെട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങിയതിൻ്റെ ആണോ ഇനോഗ്രേഷൻ്റെ ആണോ എന്നറിയാൻ പാടില്ല, എന്തായാലും വെടിക്കെട്ട് ഉയർന്നായിരുന്നു. അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ട് സൗണ്ട് ചെക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ തബലിസ്റ്റ് രാജേഷ് ഏട്ടൻ, ഇത് നമ്മുടെ സ്വന്തം ഡ്രമ്മർ രഞ്ജിത്ത്, ഇത് നമ്മുടെ ലീഡ് ഗിറ്റാറിസ്റ്റ് നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ സീച്ചേട്ടൻ, ഇത് നമ്മുടെ ടീം മാനേജറായ വിജയൻ ചേട്ടൻ, അതാ LED വാളിൽ ഞാൻ. അങ്ങനെ പ്രവീണാശാന്റെയും പിള്ളേരുടെയും എൻട്രി ഡാൻസോട് കൂടിയിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ കൃഷ്ണഗാഥ എന്ന സീരിയലിൽ വില്ലനായി വരികയും അതുപോലെ തന്നെ നിരവധി സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ശ്രദ്ധേയനായ അനുഗ്രഹീതനായ കലാകാരൻ ഇതിലേക്ക് വരുന്നു. അൻസിൽ റഹ്മാൻ ഒരു കൈ കൊടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിലൊക്കെ പഠിക്കണ കാലത്തിലേക്ക് പോട്ടെ അല്ലേ? അതായത് നമ്മുടെ പരിപാടികൾ നമ്മളാണ് അടിച്ചു പൊളിക്കാനുള്ളൂ. ഒരു രീതിയിലുള്ള വിഷമം കാണിക്കരുത്. ഈ പരിപാടി തുടക്കം മുതൽ തീരുന്നത് വരെ ഇതേ എനർജി ഉണ്ടാവണം. അതെ, നമ്മുടെ പഴയ കാലത്തിൽ കോളേജിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയല്ലോ, നമ്മളൊന്നും കോളേജിൽ പോട്ടില്ല, അവരോട് പോകും, നമ്മളെ കോളേജിൽ പോയിട്ട് വന്നതാണ്. അപ്പം IMA ഡോക്ടേഴ്സ് അസോസിയേഷന്റെ ഈ ചടങ്ങിൽ എനിക്കും അന്നും പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാനും ഞാനെന്റെ മഹേഷുണ്ട് ഒരു വലിയ ആക്സിഡന്റ് കളഞ്ഞല്ലോ. ദൈവത്തിന്റെ വരദാനമാണ് ആ കലാകാരൻ. അദ്ദേഹം ഒരുപക്ഷെ മലയാള സിനിമയിൽ മിമിക്രി ഇനി അനുകരിക്കാനുള്ള നടന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെ കണ്ടാലും 10 മിനിറ്റ് നിങ്ങളോട് സംസാരം നിങ്ങളവരെ അനുകരിച്ചറിയും. അങ്ങനത്തെ ഒരു അത്ഭുത പ്രതിഭയാണ്. ആരായിരിക്കും ഇതൊന്നും പറയാൻ പറ്റില്ല. ആരായിരിക്കും? മഹേഷ്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വെൽക്കം മഹേഷ് കുഞ്ഞിമോൾ. Yeah.
നമസ്കാരമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സുപ്രഭാതം ഡോക്ടേഴ്സിന് പറയാൻ കഴിയില്ല, കാരണം രാത്രിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സുപ്രഭാതമില്ല, എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അല്ലേ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഞാൻ എനിക്ക് ഒരു നേരമില്ല. സത്യം പറയുന്ന കുട്ടികൾക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ അല്ലെ? ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ചേച്ചിമാർക്ക് ചെറുമാരെ എന്നെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അതിങ്ങനെ ബസ്സിൽ പിടിച്ചിരിക്കുന്നത് എനിക്ക് കണ്ടുകൂടാ. അപ്പൊ എന്തായാലും ഞാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? എന്തൊക്കെയുണ്ട് ലാലേട്ടാ? ഞാൻ തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളാണ്. എന്റെ മൊട്ട നെല്ലിന് അടിച്ചോണ്ട് പോയി ലാലേട്ടാ. അവനാണെങ്കിൽ ഒന്ന് നശിച്ചു പോയിട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടേഴ്സ് ചേട്ടൻ ഒരുപാട് താങ്ക് യു കേട്ടോ. ഇത്രയും പേര് വന്നില്ല, ആർക്കൊരു മിസ്സിലടി കിട്ടിയില്ല. അത് നസ്ലിന് മാത്രം കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് അത് ഓർത്ത് വെക്കാനും പിന്നെ അത് എല്ലാവരോടും പറയാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾ എന്റെ ലോകങ്ങളില്ലേ എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല. കാരണം ഡോക്ടേഴ്സിനൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യരംഗത്ത് ഇത്രയും നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടം അവരൊരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും അതിൽ കൂടി നിന്ന് ഞാൻ ശ്വാസം എത്തിച്ചാവും. അതുകൊണ്ട് എന്നെ ഇവിടെ പറഞ്ഞു വിടുക. നമസ്കാരം. ഇത്ര മോശം സമയത്ത് ഇവിടെ വന്ന എല്ലാവർക്കും പനിച്ചെനിക്കാരുടെ പേര് നന്ദി പറയുന്നു. എൻ്റെ അപ്പം മരിച്ചതിൻ്റെ പേരിൽ പല ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമെന്ന് പറഞ്ഞവരുണ്ട്, പടക്കം പൊട്ടിച്ച ആഘോഷമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം. എല്ലാവർക്കും നമസ്കാരം. ഹായ്. എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും ഹാപ്പി ഫേസസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമ്മളെല്ലാം ഏതൊരു രോഗം വന്നാലും കേരളം എപ്പോഴും പേടിക്കാറില്ല. കേരളം മലയാളികൾ ഒരിക്കലും പേടിക്കാറില്ല. കാരണം ശക്തരായിട്ടുള്ള നമുക്കൊരു നല്ലൊരു ആരോഗ്യ മേഖല നമുക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെയുള്ളവരാണ് നമ്മൾ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. എന്തായാലും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും കാണാനെങ്കിൽ ഒരുപാട് സന്തോഷം. അറിയോ? നിങ്ങളെല്ലാം കണ്ടോ? ഈ പ്രതിനിധി സാറിനെ കണ്ടോ? ചുരുളി കണ്ടോ? എന്റെ പണി കണ്ടോ? എല്ലാവരും നല്ലതായിരിക്കുക. എല്ലാവരും ആശംസകളും നേരുന്നു. ഫയർ എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മലയാള വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നായകന്റെ അഭിനയിക്കുന്ന ഞാനാണ് മലയാളത്തിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കാണുന്നുണ്ടോ? ചെന്നൈയിലുള്ള മാച്ചസിൽ 24 20 റൺ വേണം. നമ്മുടെ സഞ്ജീവ് ശർമ്മ ബോളിംഗിലുണ്ട്, ജഡേജ സൈക്കിളുണ്ട്, ധോണി ഭാഗത്തേക്കാണ്. ഒരുപാട് പോലെ നീയും നിന്റെ കൂടെ ഉള്ളവരോട് വന്നില്ലെങ്കിൽ എന്റെ കുടുംബത്തെ വെച്ചെങ്കിൽ ഞാൻ നിന്റെ കൂടെ മോശം ചെയ്യാൻ പറ്റെങ്കിൽ നിന്നെ കാണാൻ ജോസാറിവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നേ ജോസാറിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? ഈ ജോസാറിന് ഇനിയും പറയാൻ നിങ്ങൾ അപ്പുറത്തെ കൈകൊണ്ട് പറ്റിയിട്ടില്ല. കുറച്ച് അറിഞ്ഞോളൂ. നിങ്ങൾ ഹോസ്പിറ്റലിൽ വരാം. അത് നീ ആവശ്യമാണ് ഒരു ക്രൈംസ് പരസ്പരം കണക്ട് ചെയ്തുള്ള ആ കഥയിലെ ലോജിക്ക് നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തുക. അവസാനം കിട്ടുന്ന കഥയായി യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കും.
അതായത് അന്ന് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിനെ ചൂസ് ചെയ്യും, പാർട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. കമ്പനി ആളുടെ കോളേജ് ചേരാൻ പറ്റില്ല. എല്ലാവരും ഇപ്പം ദൂരം ചുറ്റിയോട് പടക്കെടുത്തു പലയോട്ടി തുടരുന്ന പക്ഷി അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയുടെ ഈ നഗരത്തില് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നിന്നെയാണ്. കൃഷിയോട് അങ്ങനെ ഓരോരുത്തരും സംസാരിക്കാൻ പാടില്ല. മുതലാളി എന്ന് പറഞ്ഞത് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടാക്കി ചെന്നിട്ട് ഞാൻ ചുരത്തെ യുവതലമുറ കണ്ടില്ലേ, ഇയാളെ കള്ളന്ന് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പ് നയിച്ചു വെച്ച് ഞങ്ങളുടെ മക്കളെ ജീവിതം ഇയാളെ കുട്ടി ചോറാക്കി കുഴിയിൽ കാല് വീടിയിരുന്ന ഒരു സൗകര്യം അർത്ഥകാലം പോകുന്നത് 3 മനസ്സ് വെച്ചവരെ വീണ്ടും തോന്നുമ്പോൾ പഠിക്കോല നോവലിലുള്ള സമയത്ത് ആശിക്ക് തനിക്കല്ല നോക്കുന്നത് അർജുന കടുവിട്ട് പോണം ശരിയാണ്. But I feel you're right on the price of when you count. Come up to me. I need to believe it. You'll tell me how the counts you count. When you're you're playing out with me. Some sound of disgust. When meeting I was a sound right around me. I was simply there, you know, the spit mountains that like the songs rain, we kind of TV. ആദ്യം കരുതുന്നത് ചെയ്തു ഒക്കെ ബാക്കി പോലെ കാലം എന്തോ രഹസിക്കണം മുങ്ങി താങ്ങുക കളി തന്നെയാണത്. പിന്നെ എങ്ങനെയാണ് അതിന് പെരുമാറേണ്ടത്? അപമാനം ഭയങ്കര മുന്നിൽ ഒതുക്കി നിധി എന്ന കാര്യം സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണം നമ്മൾ താങ്ങി രക്ഷിക്കുക. കാലം മാറിച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചവരെ ആര് എന്താ എങ്ങനെ സാധ്യപ്പെടുന്ന ആസ്വാദനത്തിന് ഒരു പോലീസുകാരും പറഞ്ഞില്ല. அதேபோல ஒரு குத்தலுக்கு பேர் வந்து சாசனம் கூடிய சாமி என் வீட்டு போக சொல்லிட்டு எப்படி எங்க கூட போகலான்னு பிளான் பண்ணுவோம். அதான சாமி குடிச்சவனெல்லாம் கொல்ல போறான். குடிச்சவனை கோடி பேருக்கான் வெளியில அவன் பயத்தது நான் சொல்றதெல்லாம் வெளியில சொல்ல முடியாது. நான் சொல்றேன் எனக்கு சக்சஸ் இருக்கு. நான் வெளியில சொல்ல முடியாது. കഴിഞ്ഞ ഓണത്തിന് കൈക്കൊടുക്കുന്നവർ കയറുന്നു അപ്പ ചോര അത്രയ്ക്കൊന്നും വരുന്നത് ഒരു ഭീകരമാണ്. ഷാജിട്ട ഈ ഇവിടെ ഷാജിട്ട കുറച്ച് ആട്ടുകളാണ് ബ്രാൻഡിയുടെ മണം അറിയില്ല. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് എംപ്ലോയ്മെന്റ് ഈ പരിപാടി വിളിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ചിട്ട് ഓടി വരുമായിരുന്നു. എല്ലാവർക്കും കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊച്ചോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചിലവെല്ലാം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മുടെ ദൃശ്യം 3 ഉടനെ തന്നെ റിലീസ് ആവുകയാണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യ ജീവിതത്തിന്റെ അടുത്തൊരു ഭാഗം പശു ജീവിതം ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചിത്രൻ എങ്ങനെ വന്നത്?
സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് എന്തൊരു വലിയൊരു കെട്ടിടത്തിന്റെ മുകളിലാണ് സുഹൃത്തുക്കളെ. നല്ലൊരു തണുപ്പുണ്ട്. മാത്രമല്ല ഇത്രയും വിശന്നിരിക്കുന്ന ഞങ്ങൾ ഇരിക്കുമ്പോ ബാക്കി എല്ലാവരും ഫുഡടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമുള്ള കാര്യം. ഇപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന ഈ ചേട്ടൻ വിഷമിച്ചിരിക്കുക, പക്ഷെ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പൊ ചേട്ടന് വിഷമമായിട്ടിരിക്കുന്ന ചേട്ടന് മോട്ടിവേഷൻ തരാൻ നമ്മൾ സിനിമ തലയൊക്കെ ആട്ടിങ്ങനെ ഇരിക്കും ഇങ്ങനെ. നിങ്ങളുടെ ഭാഗത്തൊക്കെ നായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതൊന്നും തന്നെ പ്രവർത്തിക്കില്ല. കാണാറുണ്ടെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാൻ നിർദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സെൻട്രലിന്റെ ഈ മനോഹരമായ ഏരിയയിൽ മാജിക് അവതരിപ്പിക്കാൻ വേണ്ടിയ ഒരു അവസരമാണ്. ഞാൻ എല്ലാവരെയും അത് പ്രയോജനപ്പെടുത്തുക എന്നത് എന്റെ കടമയാണ്. നിങ്ങളെല്ലാവരും മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ്. മഹേഷ് കുഞ്ഞുമോൻ എന്ന അനുഗ്രഹീതനായ അത്ഭുത പ്രതിഭ ഇവിടെ ഒരുക്കുകയാണ്. ഈ സ്പോട്ട് ഡബിംഗ്, അതുപോലെ തന്നെ മിമിക്രി എന്ന ഈ വെറൈറ്റി കലാരൂപം, ശബ്ദാനുകരണം എന്ന ഈ കലാരൂപം ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല പേര് കൊടുക്കും. താങ്ക് യു മഹേഷ്, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കണം തോന്നിയാൽ പറഞ്ഞാൽ മതി. നമ്മുടെ കിഷോറും അനീഷും ജീവൻ പോലും പണയം വെച്ചിട്ട് റോപ്പ് ഡാൻസ് അവിടെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ സ്റ്റേജിൽ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണത് പോലും അറിയാതെ കുറച്ച് കുട്ടികൾ അവിടെ സ്റ്റേജിന്റെ പുറകിൽ കളിച്ചടപ്പുണ്ടായിരുന്നു. ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ആരും കളിയാക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, ഞാനും അവരുടെ കൂടെ കൂടി കേട്ടോ. കോമഡി സ്റ്റാർസിലൂടെയും ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയും ശ്രദ്ധേയനായ യുവ കലാകാരൻ ബിജു ഭാസ്കർ അവതരിപ്പിക്കുന്ന 1 man ഷോ, a 100% 1 man ഫിഗർ ഷോ. അപ്പൊ ബിജു ഭാസ്കർ റെഡിയായിട്ട് എത്തിയിട്ടുണ്ട്. ഫുൾ സാമഗ്രികൾ റെഡിയാണ്. ലൈവായിട്ട് ഓരോ ഫിഗറായിട്ട് മാറുന്നത് നമ്മൾ കാണാൻ പോകണം. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രശസ്തി വാനോളം ഉയർത്തിയ മഹാരഥൻ. അപ്പൊ പ്രോഗ്രാം നമ്മൾ അടിച്ചു പൊളിച്ചു ഇല്ലടാ അല്ലേ മനസ്സിലാക്ക? പ്രോഗ്രാം നമ്മൾ പൊളിച്ചില്ലേ? ഇന്നല്ല. പ്രോഗ്രാം ആശാനെ പൊളിച്ചില്ലേ? ഇന്നല്ല. പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ചില്ലേ? അതെ. ആരാ ആരാ ആരാ? അപ്പൊ നമ്മള് മഞ്ചേരി അടിച്ചു പൊളിച്ച് കത്തിച്ചിട്ട് നിൽക്കാണ്. എല്ലാരും പരിപാടി അടിച്ചു പൊളിച്ചില്ലേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ.